അമ്മമാരെ ഓർക്കാതെ ഒരു ദിവസം പൂർത്തിയാകാറുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? മരിച്ചുപോയെങ്കിലും അടുത്തില്ലെങ്കിലും എവിടെയെങ്കിലും ദൂരെ ഏതെങ്കിലും ഒരു കോണിലാണെങ്കിലും എന്നും അമ്മമാരെ ഓർക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം മലയാളികളും. തിക്താനുഭവങ്ങളുള്ള വളരെ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇന്നലെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കിനെ നമ്മുടെ കൊലപാതകങ്ങൾ നടത്തിയ യുവാവിൻ്റെ ഒരു വാർത്ത കണ്ടു. അതിൽ ആ അമ്മ ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള കൊലപാതകങ്ങൾ നടത്തി നമുക്കെല്ലാം അറിയാം. അവൻ്റെ സഹോദരനെയും മറ്റ് 3-4 ആൾക്കാരെയും അവൻ ദാരുണമായി കൊലപ്പെടുത്തി. വാട്ട് വി സോ ഈസ് ഉമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടി അവനല്ല അത് ചെയ്തത്. എനിക്ക് അവനേ ഉള്ളൂ, എനിക്കൊരു മകനെ നഷ്ടപ്പെട്ടു, അവനെങ്കിലും എനിക്ക് നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ദാരുണമായി അപേക്ഷിക്കുന്ന ഒരു രംഗമാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് പഠിച്ച ഒരു കഥയാണ്. കഥയിൽ പറയുന്ന ഒരു രംഗമുണ്ട്. ഒരു പെൻസിൽ മോഷ്ടിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന ഒരു മകനോട് അമ്മ, നിനക്ക് ഒരു പേന മോഷ്ടിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചതിന് പിന്നീട് അവനൊരു വലിയ മോഷ്ടാവുകയും ഒടുവിൽ പിടിക്കപ്പെടുകയും ഒടുവിൽ അവനെ കൊല്ലുവാനായിട്ട് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകണ വഴിയിൽ വിതുമ്പിക്കൊണ്ട് നിന്ന ഒരമ്മ. ആ അമ്മയെ അടുത്തേക്ക് വിളിച്ച് ഒരു രഹസ്യം ഓതുവാനുണ്ടെന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ച് വരുത്തിയിട്ട് ആ മകൻ ചെയ്തത് ചെവി കടിച്ചു പറിക്കുകയാണ് ചെയ്തത്. നിങ്ങളാണ് ഇതിന് കാരണമെന്ന മകൻ ആ കഴുമരത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അമ്മയോട് പറഞ്ഞു. എനിക്കെന്തോ ആ ഒരു അമ്മയെ ഈ അമ്മയുമായിട്ട് റിസംബ്ലൻസ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യല, പക്ഷേ മകൻ തെറ്റ് ചെയ്തു, മകൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഇത്രയും കൊലപാതകങ്ങൾ അവൻ നടത്തി എന്ന് അറിഞ്ഞതിന് ശേഷവും ആ അമ്മ അവൻ്റെ തെറ്റിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഒരമ്മയുടെ ത്യാഗമാണോ? അറിയില്ല. ആ കഥ ഓർത്തപ്പോൾ എനിക്ക് മറ്റൊരു കഥ, ഒരു കുരിശിൻ്റെ കീഴിൽ വിതുമ്പി നിന്ന ഒരമ്മയുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോന്ന് നിങ്ങൾക്ക്? യാതൊരു തെറ്റും ചെയ്യാതെ വെറുതെ വിചാരണയ്ക്ക് ഒടുവിൽ ആ കുരിശിൽ മരണത്തിന് മുമ്പിൽ യേശുക്രിസ്തു നിൽക്കുമ്പം അതിന് താഴെ വിതുമ്പിക്കൊണ്ട് നിന്ന ഒരമ്മയുണ്ട്, അമ്മ മേരി. അമ്മ മാതാവിനെ ആ മകൻ ചെവി കടിച്ചു പറിക്കാനല്ല നിന്നത്. ആ മകൻ പുറകെ നിന്ന് ഷാളിൽ വരിഞ്ഞു മുറുക്കിയ അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ അമ്മയെ കൊല ചെയ്യാനല്ല നിന്നത്. ആ അമ്മയ്ക്ക് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനെ കൊന്നതിന് ശേഷം അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് ആ മകനും ഉണ്ടായിരുന്ന കാണുമല്ലോ ഇല്ലേ? കുറച്ച് വിഷമങ്ങളൊക്കെ. ആ മകൻ എന്താ ചെയ്തേ? മരിക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ വേദനകൾ, വരിഞ്ഞു മുറുകുന്ന വേദന നിമിഷ നേരം കൊണ്ട് ആ മകൻ മരണപ്പെടാൻ പോവുകയാണ്. ആ മകൻ ചെയ്തത് മറ്റൊരു മകൻ്റെ കൈകളിലേക്ക് ആ അമ്മയെ ഏൽപ്പിക്കുകയാണ്. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞതിന് ശേഷമാണ് സ്വജീവനെ അവൻ ആ കുരിശു മരത്തിൽ വെടിഞ്ഞത്. എവിടെ തിരുത്തണമെന്നും എവിടെ ശാസിക്കണമെന്നും എവിടെ ലാളിക്കണമെന്നും എവിടെ ചേർത്ത് പിടിക്കണമെന്നും ഒക്കെ തീരുമാനിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു അമ്മയുടേത്. നിങ്ങൾ ക്യാൻസർ വാർഡുകൾ സന്ദർശിച്ചിട്ടുണ്ടോ? ഉച്ചവരാരെങ്കിലും ക്യാൻസറുമായി മല്ലിട്ടുകൊണ്ട് കിടക്കുമ്പോൾ അവിടെ പോയി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? എനിക്കതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മ ക്യാൻസറായിട്ട് കീമോതെറാപ്പി എടുക്കാൻ വേണ്ടി അമ്മയുടെ കൂടെ ഞാൻ ഒരിക്കലും പോയി. അപ്പം അമ്മയുടെ കൂടെ ഞാൻ അകത്തേക്ക് കയറാതെ പുറത്തിങ്ങനെ മടി പിടിച്ച് എന്നെപ്പോലെ പല എന്താ പറയുക ബൈസ്റ്റാൻഡേഴ്സും പുറത്ത് നിൽക്കുന്നു. അകത്ത് കയറാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറി അമ്മയുടെ ബെഡിൻ്റെ അടുത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് കുടുംബശ്രീ പോലെ 2 അമ്മമാരെ തമ്മിൽ ഭയങ്കരമായ സംസാരമാണ്. 2 പേരും കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ അമ്മയുടെ ക്യാൻസർ ഏകദേശം ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് ആണ്. അപ്പോൾ സ്റ്റേജ് ഇച്ചിരി കൂടിപ്പോയി. 2ഉം ബ്രസ്റ്റ് ക്യാൻസറാണ് 2 പേരുടെയും. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മക്കളെക്കുറിച്ചാണ്, അവരുടെ ക്യാൻസറിനെ കുറിച്ചല്ല. അപ്പോൾ എൻ്റെ അമ്മ മറ്റേ അമ്മയോട് ചോദിക്കുകയാണ്, എന്തേ വൈകിയത് അറിയാൻ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടിയാണ് എന്നെ ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആക്കിയത്. അമ്മ പറഞ്ഞു, മകളുടെ കല്യാണമായിരുന്നു, മകന് പരീക്ഷയായിരുന്നു. അപ്പം ഞാൻ ഈ ലഷൻ അല്ലെങ്കിൽ ആ ഒരു മുഴ നേരത്തെ കണ്ടതാ. പക്ഷേ ഞാൻ ഇതുമായിട്ട് വന്നാൽ പിന്നെ എൻ്റെ പുറകെ കുറേ കാശും അതുമെല്ലാം ഇറങ്ങില്ലേ, അതിൻ്റെ ടെസ്റ്റും അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് അതിപ്പോൾ പോസിറ്റീവ് ആയാലും അതിൻ്റെ പേര് പിന്നെ ഇറക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് കഴിയട്ടെ, എന്നിട്ടാ പോരെ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നിർത്തിയ ആ ഒരു വർത്താനം ഞാൻ കേട്ടപ്പോൾ
എൻ്റെ ചങ്കി കൂടി പോയത് മിന്നലാണ്. മുമ്പിൽ ഭയങ്കരമായ ഒരു ഡാർക്ക്നെസ് ഉണ്ട് അല്ലേ, മരണം മുന്നിലുണ്ട്. സ്റ്റേജ് കുറച്ച് വേഴ്സായി പോയിട്ടുണ്ട് താമസിച്ച് വന്നതുകൊണ്ട്. പല ബോഡിയിൽ പല ഭാഗങ്ങളിലേക്കും ആ ക്യാൻസർ പടർന്നു കയറിയിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടാണ് ആ അമ്മ പിന്നെയും ഇന്ന് വെക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും ഭർത്താവിന് ഇന്ന ഭക്ഷണമാണ് ഇഷ്ടമെന്നും എനിക്ക് രുചിയില്ലാത്തതുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും ഒക്കെ വളരെ വളരെ സ്മൂത്തായിട്ട് പറയുന്നത്. കരുതുന്ന ഒരു മകനെയും ജീവനെടുക്കുന്ന ഒരു മകനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ഒരു മകനെക്കുറിച്ച് കൂടി സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ചൈൽഡ് വെൽഫെയറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി, അവന് കോളേജ് അഡ്മിഷന് വേണ്ടി ഞാനാണ് ആപ്ലിക്കേഷൻസ് അയക്കുന്നത്. ഇവനോട് ഞാൻ പറഞ്ഞു, 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ആപ്ലിക്കേഷൻ അയക്കണം, നീ വരണം എന്ന് പറഞ്ഞ് പലതവണയായിട്ട് ഇവൻ മാറ്റി മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇവനെ എൻ്റെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് കുറച്ച് കാനബീസൊക്കെ അടിക്കണം, അതൊന്ന് പുറത്തേക്ക് പോകണം, അതിനുവേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. 10 മിനിറ്റ് പറഞ്ഞത് 15 മിനിറ്റ് ആയപ്പം അവൻ നേരെ തട്ടിക്കറി. എനിക്ക് പുറത്ത് പോകണം, എനിക്ക് സമയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നിനക്ക് എന്തിനാ ഇപ്പോൾ പുറത്ത് പോയിട്ട് സിഗരറ്റൊക്കെ വലിച്ച് കൂട്ടുകാരോട് നടക്കാനല്ലേ? അതാണോ ഇമ്പോർട്ടൻറ്റ്, ഇതാണോ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ ചോദിച്ചൊരു ചെറിയ ശാസനം ഞാൻ അവന് കൊടുത്തു. കുഞ്ഞു കുട്ടിയാണ്, 16 വയസ്സ് കാണും. അവൻ ഞാൻ നോക്കുമ്പോൾ എല്ലാവരോടും അഗ്രസീവാണ് ആൾ. എല്ലാവരോടും, എല്ലാ സ്റ്റാഫിനോടും എല്ലാവരോടും അവൻ ദേഷ്യപ്പെടും. അവന് ആർക്കും ഇഷ്ടമില്ല. കാരണം ഹി ഓൾവേസ് ബി ക്രൂവൽ വിത്ത് ഓൾ ദ സ്റ്റാഫ്സ്. നോബഡി ലൈക്സ് ഹിം. പക്ഷേ ഞാൻ ഒന്ന് ശാസിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞ് തല കീഴ്പോട്ടാക്കിയിരുന്ന് കരയുകയാണ്. ഇറ്റ് വാസ് എ ബിഗ് ഷോക്ക് ഫോർ മീ. കാരണം നല്ലൊരു ഇംഗ്ലീഷ് കുട്ടിയാണ്. ഞാനൊന്ന് ഞെട്ടി. പുറകോട്ട് ചിന്തിച്ച് നോക്കിയപ്പം അവൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷമായി, അവൻ്റെ അപ്പം മരിച്ചിട്ട് 6 മാസമായി. രണ്ടും ക്യാൻസർ തന്നെയായിരുന്നു. അവനൊരു സഹോദരനുണ്ട്, ബ്രെയിൻ ട്യൂമറാണ്, 20 വയസ്സ്. ഈ കുട്ടി ഒരുപാട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹി ഡസൻറ്റ് ഹാവ് എനിവൺ ടു ഗൈഡ് ഹിം. അവനൊരമ്മയില്ല. ചിലപ്പോൾ എൻ്റെ ശാസന അവനൊരമ്മയുടെ ശബ്ദമായിരിക്കും കൊടുത്തത്, അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് നിറഞ്ഞെന്തിനാ അല്ലേ? ശാസിക്കാൻ ഒരമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മക്കളും ഈ ലോകത്തുണ്ട്. സ്നേഹമാണ് അഖിലസാരമൂഴിയിലെന്ന് പണ്ട് കുമാരനാശാൻ എഴുതിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നു, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, ദയ കാണിക്കുന്നു അല്ലേ? വാവ്, സ്നേഹമാണ് എല്ലാവർക്കും ആവശ്യം. ആ സ്നേഹം നന്നായിട്ടുണ്ടെങ്കിൽ അവൻ അവരെ തന്നെ മറക്കുന്നു അല്ലേ? മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ, സ്വന്തം മക്കളോടുള്ള സ്നേഹത്തിൽ സ്വജീവനെ മറന്നു പോകുന്നവർ അവരെന്ത് വേണമെങ്കിലും ചെയ്യും അല്ലേ? സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ കണ്ണുനീരൊഴിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്നേഹം അമിതമായി ലഭിച്ചതിൻ്റെ പേരിൽ ജീവൻ എടുക്കുന്നവർ. എവിടെയാണ് സ്നേഹത്തിന് അതിർവരമ്പുകൾ ഇടേണ്ടത് എന്ന് അമ്മമാർ തിരിച്ചറിയണം. നല്ലൊരു അമ്മയായി തീരുവാനും നല്ലൊരു മകനോ മകളോ ആയി തീരുവാനും അമ്മയെ കരുതുന്ന മക്കളായി തീരുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. സ്നേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാം. താങ്ക് യു.